നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്കിന്ന് ബ്ലെൻഡറിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ബ്ലെൻഡറിന്റെ എഡിറ്റിംഗ് എന്നുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ധാരാളം എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഫൈനൽ കട്ട് പ്രോ, അഡോബി പ്രീമിയർ, എഡ്യൂസ്, ഡാവിഞ്ചി റിസോൾവ്, അവിഡ്, സോണി വെഗാസ് തുടങ്ങിയ നിരവധി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള എഡിറ്റിംഗിന് മാത്രം വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ധാരാളമുള്ളൂ. അപ്പോൾ പിന്നെ ആ സമയത്ത് നമുക്ക് ഈ ബ്ലെൻഡറിന്റെ എഡിറ്റിംഗിന്റെ എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ അതായത് ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ചെയ്യുന്നവർ എഡിറ്റിംഗ് തന്നെ ആ സോഫ്റ്റ്വെയർ തന്നെ യൂസ് ചെയ്യുക എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ബ്ലെൻഡർ ആദ്യമായി യൂസ് ചെയ്യുന്ന എഡിറ്റിംഗിനെ കുറിച്ച് മറ്റൊന്നും അറിയാത്ത ഒരാൾ ബ്ലെൻഡറിലേക്ക് ആദ്യം കടന്നു വരുമ്പോൾ അയാൾക്ക് ബ്ലെൻഡറിൽ തന്നെ അവർ ചെയ്യുന്ന അനിമേഷൻസും അപ്പോൾ റെൻഡർ ചെയ്യുന്നതൊക്കെ അപ്പോഴപ്പോഴും എഡിറ്റ് ചെയ്ത് പോകാനും കൂടാതെ അതിന്റെ എഫക്ട്സ് കൊടുക്കാൻ കോമ്പോസിറ്റിംഗ്, അതുപോലെ മാസ്കിംഗ്, അതുപോലെ ക്യാമറ ട്രാക്കിംഗ് തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ ബ്ലെൻഡറിൽ തന്നെ ഉണ്ട്. അത് മറ്റു പല ഭാഗങ്ങളായിട്ട് അത് ഇനി വരുന്ന ട്യൂട്ടോറിയലിൽ നമുക്ക് വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലെൻഡറിന്റെ എഡിറ്റിംഗ് എന്നുള്ള ആ ഫീച്ചറിനെ കുറിച്ചും അതിന്റെ അതിനെ നമുക്ക് നന്നായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഇന്റർഫേസുകളെ കുറിച്ചുമൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനോടുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഓൾ എന്ന ഫംഗ്ഷൻ കൂടി ഓൺ ചെയ്യുക. കാരണം യൂട്യൂബിന്റെ പുതിയ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് അതും കൂടി എനേബിൾ ചെയ്താലേ നമ്മൾ അപ്പോൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ എന്റെ ചാനലിലെ അനലിറ്റിക്സിൽ പറയുന്നത് 60% താഴെ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പോകുന്നുള്ളൂ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പുതിയ വീഡിയോകളുടെ പോസ്റ്റ് യഥാസമയം ലഭിക്കുവാനായി അതും കൂടി ഓൺ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ബ്ലെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു സ്പ്ലാഷ് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണുവാൻ സാധിക്കും. ഇത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു ലേഔട്ട് ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൂടാതെ നമ്മൾ മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മുകളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് കാണുന്ന ആഡ് വർക്ക് സ്പേസ്, ആ ഭാഗത്ത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, വീഡിയോ എഡിറ്റിംഗ്. ഇതും ഉപയോഗിക്കാം. രണ്ടും ഒരേ ഫംഗ്ഷനാണ് പ്രയോജനത്തിൽ വരുന്നത്. ഞാൻ വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ലേഔട്ട് മൊത്തമായിട്ടും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ തരത്തിൽ മാറിയിട്ടുണ്ട്. ഇതിനിവിടെ വീഡിയോ സീക്വൻസർ എന്നുള്ളൊരു ഭാഗമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ വലത് ഭാഗത്ത് അതിൻ്റെ ഡയമെൻഷൻസ്, മറ്റ് സെറ്റിങ്സ്, ഇവിടെ അതിൻ്റെ ആക്റ്റീവ് ടൂൾ എന്നുള്ള ഭാഗമൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറയുന്നത് നമ്മളൊരു കൃത്യമായ ഫോൾഡർ ഇവിടെ സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു ഫോൾഡറിൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു എഡിറ്റിംഗ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വീഡിയോ ഫുട്ടേജുകൾ, ഓഡിയോ, അതുപോലെ കുറച്ച് ചിത്രങ്ങൾ, എല്ലാ സംഭവങ്ങളെയും ഈ ഒരു ഫോൾഡറിലേക്ക് കൊണ്ടുവരിക. അതാണ് അതിൻ്റെ രീതി. കാരണം അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു സെറ്റിങ്സ് അവിടെ കിട്ടും. ഇത് ഫയലുകൾ ചിതറിപ്പോകാതെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ആ ഫോൾഡർ നമുക്കിവിടെ ഈ ഭാഗത്തു നിന്നും ഇവിടെ ആക്സസ് ചെയ്യാം. നമുക്കിവിടെ ആ ഫോൾഡർ ഇവിടെ തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ വലത് ഭാഗത്ത് ഡയമെൻഷൻസ് എന്നുള്ള ഭാഗത്ത് റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ റെസൊല്യൂഷൻ ഇപ്പോൾ 1920, 1080 അങ്ങനെ ഒരു സെറ്റിങ്സിലാണ് ഇരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഭാഗത്ത് മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രീസെറ്റുകൾ ഇവിടെ ലഭ്യമാണ്. 4K വീഡിയോ മുതൽ HD 720 വീഡിയോ വരെയുള്ള സംഭവങ്ങൾ അവിടെ, TV റെസൊല്യൂഷൻ എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഞാനിവിടെ HD 720p എന്നുള്ളൊരു ചെറിയ റെസൊല്യൂഷൻ എടുക്കുകയാണ്. എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഈ സ്ക്രീന് ആ സൈസിലേക്ക് മാറുന്നതായി കാണാം. പിന്നീട് വേണ്ടത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എത്ര മുതൽ എത്ര വരെ എന്നുള്ളതാണ്. ഇപ്പോൾ 1 മുതൽ 250 ഫ്രെയിം വരെയാണ് റെൻഡറിങ് സെറ്റിങ്സ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നീട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഫ്രെയിം റേറ്റ്, അതായത് 24 FPS ഫിലിമിനുള്ളതാണ്, 25 എന്നുള്ള ടെലിവിഷൻ മറ്റ് പർപ്പസിനുള്ള, ഇങ്ങനെ ഇഷ്ടമുള്ള ഏത് ഇതാണെന്നുള്ളത് ഔട്ട്പുട്ട് എന്തിലേക്കാണ് വേണ്ടത് എന്നുള്ള ആ ഒരു സെറ്റിങ്സിലേക്ക് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കണം. പിന്നീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട്, ഈ ഒരു ഡയറക്ടറി സെറ്റ് ചെയ്യണം. ഈ ഒരു ഡയറക്ടറിയിലേക്കായിരിക്കും നമ്മൾ റെൻഡർ ചെയ്യുന്ന ഫയലുകൾ പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു ഫോൾഡർ ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് അതിവിടെ അക്സെപ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ആ ഫോൾഡറിലേക്ക് സെറ്റ് ആവും. അപ്പോൾ ഇനി റെൻഡർ ചെയ്യുന്നത് അതിനകത്തേക്ക് പോയിക്കോളും. പിന്നെ വരേണ്ടത് നമ്മൾ ഫയൽ ഫോർമാറ്റ്, എന്ത് ഫയൽ ഫോർമാറ്റായിട്ടാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ PNG എന്നാണ് കിടക്കുന്നത്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പല മോഡുകളുണ്ട്. ഞാനിവിടെ മൂവി എന്നുള്ള സെക്ഷനിൽ FFmpeg വീഡിയോ, FFmpeg എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് അതിൻ്റെ എൻകോഡിംഗ് ഓപ്ഷനിലേക്ക് താഴേക്ക് വരുമ്പോൾ
കുറച്ച് ഓപ്ഷനുണ്ട്. അവിടെ ഇപ്പോൾ നമുക്കിവിടെ ഏത് ഫോർമാറ്റ്, ഇപ്പോൾ MPEG-4 അതായത് ഒരു H24 എന്നുള്ളൊരു H.264 എന്നുള്ള MP4 ഫോർമാറ്റിലാണ് ഇതിപ്പോൾ വരുന്നത്. പിന്നീട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്, ഔട്ട്പുട്ട് ക്വാളിറ്റി. ഇത് മീഡിയം ക്വാളിറ്റി എന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് പെർസെപ്ച്വലി ലോസ്ലെസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓഡിയോ. ഈ ഓഡിയോ എല്ലാം ഇതിൻ്റെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു കോഡക്ക് അതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോ ഓഡിയോ എന്നാണ്, അത് AAC എന്നുള്ള ഒരു ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബ്ലെൻഡറിൻ്റെ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം റെഡിയായി എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇടത് ഭാഗത്ത് നിന്ന് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ചെറിയൊരു ഐക്കണുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരും. നമുക്കതിനെ ഇങ്ങോട്ടിങ്ങനെ മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ ഈ ഭാഗത്ത് അവിടെ നിന്ന് നമ്മൾ ബ്രൗസ് ചെയ്ത് നമ്മുടെ ഡയറക്ടറി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഞാനിവിടെ എഡിറ്റിംഗ് എന്നുള്ള എൻ്റെ ഫോൾഡർ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഫോൾഡർ ഇവിടെ വന്നു. ഈ ഫോൾഡറിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ക്ലിപ്പുകളെല്ലാം കാണാം. അത് നമുക്കിവിടെ ലിസ്റ്റ് ആയിട്ടാണോ വെർട്ടിക്കലോ അതൊക്കെ ഇവിടെ നോക്കി, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ ക്ലിപ്പിനെ സീനിലേക്ക് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിവിടെ നമ്മുടെ സീനിലേക്ക് വന്നു. നമ്മളൊന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഡിയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രത്യേക കാര്യം, ഈ വരുന്ന ഡാർക്ക് ബ്ലൂവിൽ കാണുന്നത് വീഡിയോയും ഈ കാണുന്ന ലൈറ്റ് ബ്ലൂവിൽ കാണുന്നത് അതിൻ്റെ ഓഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഓഡിയോ ഫയലിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഈ ഭാഗത്ത് വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ സ്ട്രിപ്പ് എന്നുള്ള ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ ഡിസ്പ്ലേ വേവ് ഫോം ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്യുകയാണ്. അത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓഡിയോയുടെ നിങ്ങൾക്കിവിടെ ഞാനിവിടെ മിഡിൽ മൗസ് കൊണ്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം, ഇങ്ങനെ ഓഡിയോയുടെ ആ ഒരു വേവ് ഫയൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായി നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്ത് ഞാനിവിടെ മുകളിലുള്ള ഈ ടൈം ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 0+0 ഇങ്ങനെ നമ്പർ മാറി മാറി വരുന്നതായി കാണാം. ഇത് 1 എന്ന് കാണിച്ചു. 1 മീൻസ് ഈ ആദ്യം കാണിക്കുന്നത് സെക്കൻഡാണ്. ഇപ്പോൾ 1 സെക്കൻഡ് 7 ഫ്രെയിമും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം 10 സെക്കൻഡുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഇരിക്കുന്നത്. നമുക്കിത് കൂടുതൽ വേണമെങ്കിൽ നമുക്കിവിടെ താഴ്ഭാഗത്ത് വന്നിട്ട് എൻഡ് ഫ്രെയിം ഇവിടെ കൂടുതൽ കൊടുക്കാം. ഓക്കെ, എവിടെ മുതൽ എവിടെ വരെ മതി എന്നുള്ളതിന് ഈ സ്റ്റാർട്ടും മാറ്റി കൊടുക്കാം. കൂടാതെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫ്രെയിം എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ 10 സെക്കൻഡിൻ്റെ ഒരു സംഭവം തന്നെ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കിവിടെ ഇപ്പോൾ ഉണ്ട്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഈ ഭാഗത്ത് കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഈ പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓഡിയോ സ്ക്രബിംഗ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഇത് ഒന്ന് ടിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ ഓഡിയോ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്ത് വ്യൂ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. സെലക്ട് ഓപ്ഷൻ, അതിൻ്റെ ബോക്സ് സെലക്ട്, പ്ലേ ഹെഡ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുണ്ട്. മാർക്കർ, നമുക്കിവിടെ മാർക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. മാർക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നിശ്ചിത സ്ഥലം മാർക്ക് ചെയ്ത് വെക്കാം, അവിടെ വെച്ച് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അതിനെല്ലാം മുമ്പായിട്ട് നമ്മളിവിടെ മെയിനായിട്ട് ഈ സ്ട്രിപ്പിനെ നമുക്കൊന്ന് കട്ട് ചെയ്യുന്ന സംഭവം പഠിക്കാം. അപ്പോൾ അതിന് ഇവിടെ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് K ആണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എനിക്കിപ്പം ഈ കുട്ടി ഇങ്ങനെ ഓടുന്നത് ഇവിടെ മുതൽ എനിക്ക് മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് K എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സ്ട്രിപ്പ് കട്ടായി. താഴെ ഓഡിയോയും ഒന്ന് ക്ലിക്ക് ചെയ്ത് K എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് 2 കട്ടായിട്ടുണ്ട്. ഈ സ്ട്രിപ്പിനെ ഡിലീറ്റ് കീ ഉപയോഗിച്ച് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഈ കുട്ടി ഓടുന്ന ഇത്രയും സ്ഥലം വരെ മതി. ഓക്കെ, അത് ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് K എന്ന് കൊടുക്കുന്നു. അപ്പോൾ കട്ടായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു സ്ട്രിപ്പിനെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി ഞാൻ ഇതിനെ അങ്ങോട്ട് നീക്കി വെച്ചു. ഞാൻ വേറൊരു വീഡിയോ ഇവിടെ മുകളിലേക്ക് ട്രാക്കിലേക്ക് വലിച്ചിടുകയാണ്. അപ്പോൾ ഈ ട്രാക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ട്രാക്ക് എനിക്ക് ഇവിടെ മുതൽ വേണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് K എന്ന് കട്ട് ചെയ്യുന്നു. അത് 2 കട്ടായിട്ടുണ്ട്. സ്ട്രിപ്പിനെ ഇറേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് അത് ഇതുവരെ മതി. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു, K ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ അത് 2 കട്ടാവുന്നു. ബാക്കി ഭാഗത്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എനിക്കൊരു സ്ട്രിപ്പ് കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിവിടെ ഒന്ന് പ്ലേ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അടുത്ത സ്ട്രിപ്പിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്ട്രിപ്പിനെ ഇങ്ങനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ സ്ട്രിപ്പിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇങ്ങനെ K ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു.
ബാക്കി ഭാഗത്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. നിങ്ങൾക്ക് ഇതുപോലെ ഇത് പഠിക്കുവാൻ ഏറ്റവും നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരുവാനായിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലെ പുറത്തുനിന്ന് ക്ലിപ്പ് എടുക്കുന്നതിനേക്കാളും നിങ്ങൾ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തമായി എഡിറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ കുറച്ചുകൂടി 10 സെക്കൻഡ് ഈ ടൈം ലൈനിലേക്ക് ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുവാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്കിങ്ങനെ ക്ലിപ്പുകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ചെറിയ സംഭവം ചെയ്യാം. ഇവിടെ ഞാൻ ഈ സ്ട്രിപ്പ് ഒന്ന് വലുതാക്കിയിട്ട് ഇതിൻ്റെ വോയിസാണ്. ആ വോയിസ് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഈ 2 സ്ട്രിപ്പിനെ ഇങ്ങനെ ഒന്ന് മോഡിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ഈ സ്ട്രിപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അടുത്തതിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു താഴത്തെ സ്ട്രിപ്പിനെ മുകളിലത്തെ സ്ട്രിപ്പിനെ ഇങ്ങനെ ഷിഫ്റ്റ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ട് ആഡ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസിഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. 3 ടൈപ്പ് ട്രാൻസിഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സാധാരണ പ്രോപ്പർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ധാരാളം ടൈപ്പ് ട്രാൻസിഷൻസ് കിട്ടും. ഇവിടെ ബേസിക്കായിട്ട് 3 ടൈപ്പാണുള്ളത്. ഞാനതിൽ ക്രോസ് എന്നുള്ളൊരു ട്രാൻസിഷൻ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ട്രാൻസിഷൻ ഒരു മുകളിൽ ഒരു സെപ്പറേറ്റ് സ്ട്രിപ്പായി വരുന്നതായി കാണാം. അപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഒന്നിൽ നിന്നും പതുക്കെ ഇങ്ങനെ ട്രാൻസിഷൻ നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ക്ലിപ്പിനെ ഒന്ന് കുറച്ചുകൂടി ഇങ്ങനെ നീക്കി വെക്കുകയാണെങ്കിൽ അത്രയും ദൂരത്തിൽ ട്രാൻസിഷൻ്റെ ആ ഒരു സ്ട്രിപ്പും കൂടി എൻലാർജ് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രാൻസിഷൻ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു എഡ്ജ് ഇങ്ങോട്ട് വെച്ചു. ഇവിടെ ഇതിനെയും മുകളിലുള്ള സ്ട്രിപ്പിനെ ഒന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ആഡ് ഓപ്ഷനിൽ ട്രാൻസിഷൻ ക്രോസ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഒരു ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രിപ്പിൽ നിന്നും മറ്റൊരു സ്ട്രിപ്പിലേക്ക് ഇങ്ങനെ ട്രാൻസിഷൻ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് ഈ എഫക്റ്റ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിൽ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ തുടക്ക ഭാഗത്തേക്ക് വരാം ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷാർപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓപ്ഷനിൽ ഞാൻ എഫക്റ്റ് സ്ട്രിപ്പിൽ നമുക്ക് ഇവിടെ ഫെയ്ഡ് എന്നുള്ള ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഫെയ്ഡ് ഇൻ ആൻഡ് ഔട്ട് ഇങ്ങനെ ഓപ്ഷനുണ്ട്. ഞാൻ ഫെയ്ഡ് ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇങ്ങനെ ഫെയ്ഡായിട്ടിരിക്കും. ഓക്കെ, അതുപോലെ ആ ക്ലിപ്പിൻ്റെ എൻഡ് ഭാഗം നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ഫെയ്ഡ് ഔട്ടായിട്ട് പോകണമെങ്കിൽ അത് നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ വന്ന് ഫെയ്ഡ് ഔട്ട് ആവണം. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുക, ആ സ്ട്രിപ്പിനെ സെലക്ട് ചെയ്യുക, ആ സ്ട്രിപ്പ് ആഡ് ഫെയ്ഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വന്നിട്ട് അത് ഫെയ്ഡായി പോകുന്നതായിട്ട് കാണാം. ഓക്കെ, അത് അപ്ഡേറ്റായി വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ട് ഫ്രെയിം ഇവിടെ, ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഇവിടെ 33ാമത്തെ ഫ്രെയിമാണ്. അപ്പം ഞാനിവിടെ ഇതിൻ്റെ സ്റ്റാർട്ട് എന്നുള്ളത് 33 എന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പം 33ാമത്തെ ഫ്രെയിമിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണാം. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു പിക്ചർ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു പിക്ചർ ഇങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പിക്ചർ എനിക്ക് ഇത് ഫുള്ളായി ഫില്ലായിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അങ്ങനെയല്ല, എനിക്കതിനെ കുറച്ചുകൂടി ചെറുതായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ സെലക്ട് ചെയ്തിട്ട് സ്ട്രിപ്പ് ഓപ്ഷനിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആഡ് ഓപ്ഷനിൽ വന്നിട്ട് എഫക്റ്റ് സ്ട്രിപ്പിൽ ഒരു ഓപ്ഷനുണ്ട്, ട്രാൻസ്ഫോം. ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മറ്റൊരു സ്ട്രിപ്പ് വരും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഇതായിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ക്ലിപ്പ്. അപ്പോൾ ഞാൻ ഈ ട്രാൻസ്ഫോം ഓപ്ഷനിലേക്ക് വരുന്നു. ഇവിടെ വലതുഭാഗത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെ ഞാനിവിടെ യൂണിഫോം സ്കെയിൽ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെറുതായി സ്കെയിലായി പോകുന്നു. ഓക്കെ, പക്ഷേ ഇങ്ങനെ സ്കെയിലായി പോകുമ്പോൾ അതിൻ്റെ താഴെയുള്ള ആ വീഡിയോ കാണുന്നില്ല. അപ്പോൾ അതിന് ഈ ട്രാൻസ്ഫോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ ഇൻ്റർപൊളേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ബൈലീനിയർ എന്നാണ് കിടക്കുന്നത്. അതുപോലെ എൻ്റെ താഴേക്ക് വരിക, ഇവിടെ കോമ്പോസിറ്റിംഗ് ബ്ലെൻഡ് മോഡ്, ഇത് റീപ്ലേസ് എന്നാണ് കിടക്കുന്നത്. ഈ ഓപ്ഷനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ആൽഫ ഓവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ക്ലിപ്പിൻ്റെ താഴെയുള്ള വീഡിയോയെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ട്രാൻസ്ഫോം സ്ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ വന്നു.
അതിൻ്റെ ഈ സ്കെയിൽ വാല്യൂ 0 ആക്കി. അപ്പോൾ അത് കാണുന്നില്ല. എന്നിട്ട് ഇത് ഈ കാണുന്ന ചെറിയ ആ ഒരു ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡായി. ഓക്കെ, ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ലാസ്റ്റ് ഫ്രെയിമിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ ഒരു 0.5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അത് ഫുള്ളായി ഇങ്ങനെ 5 വന്നു. ഒന്നുകൂടി അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 കീ ഫ്രെയിം ഇവിടെ ആഡായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു അനിമേഷൻ നടന്നതായിട്ട് ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കിവിടെ ഇങ്ങനെ കാണാം. അവിടെ ഈ മുകളിലുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡോപ്പ് ഷീറ്റ്, നമ്മുടെ അനിമേഷൻ പഠിക്കുന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്, അത് അവിടെ നോക്കാം. അപ്പോൾ ഇതാണ് ആ കീ ഫ്രെയിമൊക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, നമുക്ക് ഈ കീ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയോ അടുപ്പിക്കുകയോ വലുതാക്കുകയോ ഒക്കെ ചെയ്യാൻ. എൻ്റെ സ്പീഡൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കീ ഫ്രെയിം ഇവിടെ ഇങ്ങനെ ഒന്നാമത്തെ ഈ കീ ഫ്രെയിമിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ റൊട്ടേഷൻ എന്നുള്ള ഭാഗത്ത് ഒരു ടിക്ക് കൊടുത്തു. അപ്പോൾ ഒരു കീ ആഡായി. അതിനെ ഒന്ന് ഇവിടെ കൊണ്ടെത്തിയപ്പോൾ ഓക്കെ, ആ ഒന്നാമത്തെ ഫ്രെയിമിലുള്ള ആ റൊട്ടേഷൻ്റെ ഭാഗത്ത് 0 ആണ്. അതൊരു 90 ഡിഗ്രി എന്ന് എൻ്റർ ചെയ്തു. ഇവിടെ കീ ആഡായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് 0. അപ്പോൾ 0യിൽ ഒരു കീയും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. ഞാൻ ക്ലിയർ കീ ഫ്രെയിംസ് ഒന്ന് കൊടുത്തു. ഇതിൻ്റെ അവസാനത്തെ ഫ്രെയിമിൽ വന്നിട്ട് എൻ്റെ റൊട്ടേഷൻ കീ ഫ്രെയിം ഒന്നുകൂടി കീ സെറ്റ് ചെയ്തു. തുടക്കത്തിൽ വന്നിട്ട് അതിൻ്റെ കീ 90 എന്ന് കൊടുത്തു. ഒന്നുകൂടി കീ സെറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഇത് കറങ്ങി വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് എത്ര ട്രാക്ക് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തെ ഒന്നുകൂടി ഒന്ന് മെർജ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഈ സെൻറ്റർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ഏരിയാസ് ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഏരിയ ജോയിൻ ആയി. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് എന്തെങ്കിലും എഴുതി കാണിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ ആഡ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ആ ടെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. നമുക്കിവിടെ വന്ന ഈ സ്ട്രിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ടെക്സ്റ്റിൻ്റെ സൈസ് ഇങ്ങനെ കൂട്ടാം. ഓക്കെ, അതുപോലെ അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ ചേഞ്ച് ചെയ്യാം. ഈ വാല്യൂസ് എല്ലാം നമുക്ക് കീ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ഒരു ഭാഗത്തു നിന്നും അകത്തേക്ക് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് സൂം ചെയ്ത് വരിക, ഇതൊക്കെ അല്പം മുമ്പ് പറഞ്ഞ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ചെയ്യാം. പിന്നെ ആ ടെക്സ്റ്റിൻ്റെ ഷാഡോ ഇവിടെ ഓൺ ചെയ്യാം. ആ ഷാഡോയുടെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഷാഡോയെ കൂടുതൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇതിലില്ല. വളരെ ചെറിയൊരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ സ്റ്റൈല് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിവിധ തരത്തിലുള്ള ഫോണ്ടുകൾ, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോണ്ടുകളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫോണ്ടുകളൊക്കെ ഇവിടെ നമുക്ക് ഓപ്പൺ ഫോണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള, അപ്പോൾ അതൊരു സ്ട്രിപ്പായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ട്രിപ്പിൻ്റെ തുടക്കത്തിൽ വന്നിട്ട് ആഡ് ഓപ്ഷനിൽ ഇങ്ങനെ സ്ട്രിപ്പിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഫെയ്ഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. അവിടെ ഫെയ്ഡ് ഇൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഫെയ്ഡ് ഇൻ അവിടെ വരും. അതുപോലെ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓപ്ഷനിൽ ഫെയ്ഡ് ഔട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും ആയിട്ട് മാറുന്നതായി കാണാം. ഓക്കെ, അത് റെൻഡർ ചെയ്യുമ്പോൾ കൃത്യമായി വരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ചിലപ്പോൾ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള 4K റെസൊല്യൂഷനിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലെ മെമ്മറിയൊക്കെ വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് പ്രോക്സി ആൻഡ് ക്യാഷ് എന്നൊക്കെ ഉള്ളൊരു ഓപ്ഷനുണ്ട്. ആ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രോക്സി സെറ്റിംഗ് പെർ സ്ട്രിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് സെലക്റ്റഡ് സ്ട്രിപ്പ് പ്രോക്സീസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പെർസെൻറ്റേജ് കണ്ടാൽ മതി. അപ്പോൾ 25% ഞാനിപ്പോൾ കൊടുത്തു. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ 25% ഓപ്ഷനിലായിരിക്കും. ഇവിടെ അതിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് കുറഞ്ഞ് നമുക്ക് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് വരും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ റീബിൽഡ് പ്രോക്സി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ താഴ്ഭാഗത്ത് അതിൻ്റെ ബിൽഡിംഗ് പ്രോക്സീസ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴൊന്ന് ക്യാൻസൽ ചെയ്യാം. കാരണം ആ പ്രോക്സി ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ സ്ട്രിപ്പ് ക്യാഷ് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ താഴേക്ക് വന്നിട്ട്
പ്രോക്സി കസ്റ്റം ഡയറക്ടറി ഇതൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ് ഈ പ്രോക്സി പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡയറക്ടറിയിൽ ഈ പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ എഡിറ്റിംഗ് ഫോണ്ട് തന്നെ സെറ്റ് ചെയ്ത് അക്സെപ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ക്യാഷ് പോകുന്നത് അവിടേക്കായിരിക്കും. നമുക്ക് ഈ ഫയലൊന്ന് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ഞാൻ ചെയ്തിട്ടില്ല. ആ എഡിറ്റിംഗ് ഫോൾഡറിൽ ഈ ഫയലിനെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനായിട്ട് സേവ് ചെയ്യണം. ഒരു പേര് കൊടുത്ത് സേവ് ബ്ലെൻഡർ ഫയൽ ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, എനിവേ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ആ ഭാഗത്തുണ്ട്. ഈ എഡിറ്റിങ്ങിൻ്റെ കുറച്ചുകൂടി മേഖലകൾ ഇതിനുള്ളിലുണ്ട്. പക്ഷേ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും സെറ്റപ്പ് മതി. അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം ക്ലിപ്പെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഒരു ഇൻ ഔട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 ഓഡിയോ ഫയൽ ഇവിടെ ഉണ്ട്. ഈ വീഡിയോയുടെ കൂടെ ഉള്ളത് തന്നെ ഞാൻ ആ ഓഡിയോ ഫയലിനെ ഇറേസ് സ്ട്രിപ്പ് കൊടുത്തിട്ട് അതിനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഡിലീറ്റ് ചെയ്തിട്ട് ഞാനൊരു ഓഡിയോ ഇവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓഡിയോ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ഓഡിയോ ഞാൻ ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ട് ആ ഓഡിയോയുടെ ഓപ്ഷനിൽ അതിൻ്റെ സ്ട്രിപ്പിൽ വന്നിട്ട് വേവ് ഫോം ഒന്ന് ഓൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം. ഇവിടെ വെച്ച് അതിനെ കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇറേസ് സ്ട്രിപ്പ് ഇറേസ് ചെയ്തു. അതിനെ ഇവിടെ വന്നിട്ട് സ്ട്രിപ്പിൽ നിന്നും ആഡ് ഓപ്ഷനിൽ നിന്നും ഫെയ്ഡ്, അവിടെ ഫെയ്ഡ് ഔട്ട് എന്നുള്ള ഓപ്ഷന് കൊടുത്തു. അപ്പോൾ ഓഡിയോ ഫെയ്ഡ് ആകുന്നു. ഇവിടെ ആഡ് ഓപ്ഷനിൽ നിന്നും ഫെയ്ഡ് ഇന്നും കൂടി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓഡിയോ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ലളിതമായ ബ്ലെൻഡറിൽ നമുക്ക് സ്ട്രിപ്പുകളൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഔട്ട് എടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട് എടുക്കേണ്ടത് എങ്ങനെ, എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ നമ്മുടെ റെൻഡർ ഓപ്ഷനിൽ വരിക. അവിടെ റെൻഡർ അനിമേഷൻ അല്ലെങ്കിൽ കൺട്രോൾ F12 ഓപ്ഷൻ ഉണ്ട്. റെൻഡർ അനിമേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൊടുക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ ചെയ്ത ഇത്രയും വീഡിയോ ഇവിടെ റെൻഡറായി തുടങ്ങുന്നുണ്ട്. നമുക്ക് അല്പം വെയിറ്റ് ചെയ്യാം. റെൻഡറിങ് കഴിയാറായിട്ടുണ്ട്. ഓക്കെ, റെൻഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് വരുമ്പോൾ ഇവിടെ 033-0250 എന്നൊരു ഫയൽ കാണാം. ഇതാണ് നമ്മൾ റെൻഡർ ചെയ്ത ഔട്ട്പുട്ട്. ഇതിനെ നമുക്ക് ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് റീനെയിം ഓപ്ഷൻ കൊടുത്ത് ഇതിൻ്റെ ഓപ്ഷൻ ഇതൊക്കെ റീഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വീഡിയോ ഔട്ട് എന്ന് കൊടുത്തു. ഓക്കെ, അതിവിടെ കാണാം. നമുക്കിവിടെ ഒരു പ്ലെയറിൽ, ഇപ്പോൾ ഞാൻ VLC പ്ലെയറിൽ പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നിന്ന് നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു ബേസിക് ബ്ലെൻഡറിൽ എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ എഫക്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ കോമ്പോസിറ്റിംഗ് എന്നുള്ള സെക്ഷനിലാണ്. ആ കോമ്പോസിറ്റിംഗ് സെക്ഷൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വരുന്നുണ്ട്, അവിടെ വിശദമായിട്ട് പഠിക്കാം. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിൽ കുറച്ച് വീടിനടുത്തുള്ളതും പരിസരത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കുറച്ച് സ്ട്രിപ്പുകൾ ഇതുപോലെ ക്ലിപ്പുകൾ എടുക്കുക. ആ ക്ലിപ്പുകളെ ബ്ലെൻഡറിലേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആക്കി മാറ്റുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പ്രാക്ടീസ് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വീഡിയോ നന്നായിട്ട് കാണുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു പ്രൊഫഷണലായി മാറുവാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോംവഴി. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പുതിയ പുതിയ ഐഡിയകളും പുതിയ പുതിയ സൃഷ്ടികളും ഒക്കെ നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.